ലഭിക്കുന്നതിൽ ഏറ്റവും മായം കുറഞ്ഞതും പോഷകസമ്പന്നവുമായ ഭക്ഷണ വിഭവമാണ് ചക്ക. മലയാളിയുടെ ഇഷ്ടഭക്ഷണവുമാണ് ചക്ക വിഭവങ്ങൾ. ചക്ക വിരിയുന്നത് മുതൽ മൂത്ത് പഴമാവുന്നത് വരെ വിവിധ ഘട്ടങ്ങളിലും ചക്കയെയും ചക്കക്കുരുവിനെയും ചക്കക്കാമ്പിനെയും മലയാളി ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. വിവിധ രുചികളിലും വിഭവങ്ങളിലുമുള്ള ചക്ക മലയാളിക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഇവയെ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പ്രത്യേക സീസണിൽ മാത്രം ലഭിക്കുന്ന സ്വാദിഷ്ടമായ ചക്കയെ എങ്ങനെ വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാം എന്ന് അവബോധം വരുത്താനായി കാസ്ക കാവിലിൻ്റെ നേതൃത്വത്തിൽ ചക്ക മഹോത്സവവും ചക്ക വിഭവ നിർമ്മാണ പരിശീലനവും സംഘടിപ്പിച്ചു. നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.പി. ദാമോദരൻ ചക്ക മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിൻ്റെ വിളവെടുപ്പ് ഏതാണ്ട് അവസാനിക്കുകയില്ല. അതിനുശേഷമുള്ളത് മഴ വന്നതിന് ശേഷം, പ്രത്യേകിച്ച് വെള്ളപ്പാലിക്ക് ശേഷം കിട്ടുന്ന ചക്കയൊക്കെ വെള്ളത്തിലെ ഗുണമേന്മയുള്ള അല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനിടയിൽ കിട്ടുന്ന ഈ വിഭവം വളരെ വേഗത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇന്ന് സാധ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം. സംഘാടകരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളേവരെയും സാക്ഷി നടത്തിയ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായിട്ട് എൻ്റെ വാക്കുകൾ. സി ബാലൻ അധ്യക്ഷത വഹിച്ചു. ചക്ക വിഭവങ്ങളെക്കുറിച്ച് പത്മിനി ശിവദാസ് വയനാട് ക്ലാസ് എടുത്തു. നിങ്ങൾ ഈ പേസ്റ്റും മറ്റുള്ള കമ്പനീൻ്റെ സാധനങ്ങളൊന്നും വാങ്ങി ഉപയോഗിക്കാണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ച് ഞാൻ പൽപ്പൊടി നിങ്ങൾ ഉപയോഗിക്കുക. അത് രണ്ടും നിങ്ങളെ ഞാൻ എന്തായാലും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പൽപ്പൊടി എന്തായാലും നമ്മളൊരു പ്രൊഡക്റ്റായിട്ട് നമുക്കതിനെ അത് ഇതുവരെ ആരും വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ഈ ചക്കപ്പൊടി നമ്മൾ തന്നെ ഒരു ട്രെയിനിങ് കഴിഞ്ഞ കൊല്ലത്തുള്ളൊരു സുന്ദരൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്കൊന്നും ഇപ്പോൾ ദാരിദ്ര്യമില്ല. അതുകൊണ്ടാണ് കോവിഡ് വന്നപ്പോൾ പ്രളയം വന്നപ്പോൾ നിങ്ങൾക്ക് ചക്കേനെ നിങ്ങൾ നല്ലോണം സ്നേഹിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മളെ സ്വഭാവം ഈ പാശ്ചാത്യ സംസ്കാരത്തിന്റെ പുറകെ പോകാൻ തുടങ്ങി. ഇപ്പൊ ചക്കമുള്ള് അത് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് അതിന്റെ അരക്ക് വെളഞ്ഞി. എന്താ നിങ്ങൾ പറയാ? വെളഞ്ഞി. ആ സാധനം വെച്ചിട്ട് അടിപൊളി കൺമഷി ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഈ മുള്ളിന്റെ കാര്യമല്ല, മുള്ളിന്റെ വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാല് കൊളസ്ട്രോള്, ഷുഗർ, ശരീരത്തിലെ പൊണ്ണത്തടി, യൂറിനറി ഇൻഫെക്ഷൻ്റെ ഏറ്റവും നല്ലൊരു മെഡിസിനാണ് ചക്കമുള്ള് ദാഹശമനി. ചക്ക മഹോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്ക് ചക്ക കൊണ്ട് വിവിധതരം വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പരിശീലനവും നൽകി.
പരിശീലനവും നൽകി. CM ശശി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് MC കുമാരൻ നന്ദിയും പറഞ്ഞു. സുബിത